സൂര്യനിൽ നിന്നും ഏഴാമത്തെ ഗ്രഹം, സൗരയൂഥത്തിലെ മൂന്നാമത്തെ വലിയ ഗ്രഹം, ഒരു ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം. തണുത്തുറഞ്ഞ ഈ ഗ്രഹമാണ് യുറേനസ്. 1781 ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷലാണ് ആദ്യമായി യുറേനസിനെ കണ്ടെത്തുന്നത്. യുറേനസിനെ കണ്ടെത്തുമ്പോൾ ആദ്യമതൊരു കോമറ്റോ ചിഹ്നഗ്രഹമോ ആണെന്നായിരുന്നു കരുതിയിരുന്നത്. പിന്നീടാണ് അതൊരു ഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നത്. യുറേനസിനെ കണ്ടുപിടിച്ച ശേഷം അതിൻ്റെ ഭ്രമണപഥം എങ്ങനെയാണെന്ന് കണക്ക് കൂട്ടാൻ ജ്യോതിശാസ്ത്രജ്ഞർ ശ്രമിച്ചിരുന്നു. പക്ഷേ തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു യുറേനസിൻ്റെ ഭ്രമണപഥം ഉണ്ടായിരുന്നത്. അങ്ങനെ യുറേനസിന് പിന്നിൽ മറ്റൊരു ഗ്രഹമുണ്ടെന്നും ആ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാകാം യുറേനസിൻ്റെ ഭ്രമണപഥം നിർവചിക്കാൻ കഴിയാത്തതുമെന്നും ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. അങ്ങനെ നെപ്റ്റ്യൂണിൻ്റെ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞു. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഏകദേശ അകലമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നും 19.8 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് യുറേനസ് സ്ഥിതി ചെയ്യുന്നത്. ഇത്ര അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ യുറേനസ് ഒരു തണുത്ത് മരവിച്ച ഗ്രഹമാണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് യുറേനസിലാണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമായ നെപ്റ്റ്യൂണിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിനേക്കാളും കുറഞ്ഞ താപനിലയാണ് യുറേനസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നെപ്റ്റ്യൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനില -214 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ യുറേനസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനില -224 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയും തണുത്ത് മരവിച്ച ഒരു ലോകമാണ് യുറേനസ്. സൗരയൂഥത്തിലെ 2 ഐസ് ഭീമന്മാരാണ് യുറേനസും നെപ്റ്റ്യൂണും. 50,724 കിലോമീറ്റേഴ്സാണ് യുറേനസിൻ്റെ വ്യാസം. വ്യാഴത്തിനും ശനിക്കും ശേഷം മൂന്നാമത്തെ വലിയ ഗ്രഹമാണ് യുറേനസ്. ഇതിന് ഭൂമിയേക്കാൾ 4 മടങ്ങ് വലിപ്പമുണ്ട്. യുറേനസ് ഒരു തവണ സൂര്യനെ വലം ചെയ്യാൻ എടുക്കുന്ന സമയം 84 വർഷങ്ങളാണ്. അതായത് ഭൂമിയിലെ 84 വർഷങ്ങളാണ് യുറേനസിൻ്റെ ഒരു വർഷം. എന്നാൽ ഇത് സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം വെറും 17 മണിക്കൂർ മാത്രമാണ്. യുറേനസ് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇത് 97 ഡിഗ്രി ചെരിഞ്ഞാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത്. താരതമ്യേന പറഞ്ഞാൽ ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റ് 23.5 ഡിഗ്രിയാണ്. യുറേനസിൻ്റെ ആക്സിയൽ ടിൽറ്റ് ഇത്രയും കൂടുതലായതിനാൽ ഇത് സൂര്യന് ചുറ്റും കറങ്ങുകയല്ല, ഉരുളുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ യുറേനസിൻ്റെ ധ്രുവങ്ങളിൽ രാത്രിക്കും പകലിനും 42 വർഷത്തെ ദൈർഘ്യമുണ്ട്. അതായത് 42 വർഷം മുഴുവനും ഒരു വശത്ത് പകലും മറുവശത്ത് രാത്രിയുമായിരിക്കും. എക്വേറ്റർ ഭാഗത്ത് മാത്രം ഏതാനും ചില മണിക്കൂർ ഇടവേളകളിൽ രാത്രിയും പകലും മാറി മാറി വരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ ബഹിരാകാശ വസ്തുവുമായുള്ള കൂട്ടിയിടിയുടെ ഫലമായാകാം യുറേനസിൻ്റെ ആക്സിയൽ ടിൽറ്റ് ഇത്ര കൂടുതലാകാനുള്ള കാരണം എന്നാണ് നിഗമനം. യുറേനസിന് ഒരു ഖരരൂപത്തിലുള്ള ഉപരിതലമില്ല. ഇതിന് നെപ്റ്റ്യൂണേക്കാൾ വലിപ്പമുണ്ടെങ്കിലും അതിനേക്കാൾ മാസ് കുറവാണ്. മാത്രമല്ല സൗരയൂഥത്തിലെ 2ാമത്തെ സാന്ദ്രത കുറഞ്ഞ ഗ്രഹം യുറേനസ് ആണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനിയാണ്. യുറേനസിൻ്റെ അന്തരീക്ഷം ഹൈഡ്രജൻ, ഹീലിയം, മീഥേൻ എന്നീ വാതകങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഏകദേശം 80% കൂടുതൽ ഹൈഡ്രജനും 15% ഹീലിയവും 2% മീഥേനും ചെറിയ അളവിൽ മറ്റ് വാതകങ്ങളും നിറഞ്ഞിരിക്കുന്നു. അന്തരീക്ഷത്തിലെ മീഥേൻ്റെ സാന്നിധ്യമാണ് യുറേനസിന് നീല നിറം നൽകുന്നത്. മറ്റ് വാതക ഭീമൻ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് യുറേനസിൽ ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും കുറവാണെങ്കിലും വളരെ ശക്തമായ കാറ്റാണ് അവിടെ ഉണ്ടാകുന്നത്. മണിക്കൂറിൽ 900 കിലോമീറ്റേഴ്സ് വരെ വേഗത്തിൽ വീശുന്ന കാറ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്. യുറേനസിന് ചുറ്റും 13 വളയങ്ങളുണ്ട്. ഈ വളയങ്ങൾ വളരെ നേർത്തതാണ്. മിക്ക വളയങ്ങൾക്കും ഏതാനും കിലോമീറ്റേഴ്സ് മാത്രമേ വലിപ്പമുള്ളൂ. ഈ വളയങ്ങൾ ഐസ് പദാർത്ഥങ്ങൾ കൊണ്ടും പാറകൾ കൊണ്ടും നിർമ്മിതമാണ്. വളയങ്ങൾ വളരെ നേർത്തതായതിനാൽ ഇവയെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. 1977 ഒരു നക്ഷത്രത്തിൻ്റെ മുന്നിലൂടെ യുറേനസ് കടന്നു പോയപ്പോഴാണ് അതിൻ്റെ വളയങ്ങൾ ആദ്യമായി ദൃശ്യമാകുന്നത്. യുറേനസിൻ്റെ 27 ഉപഗ്രഹങ്ങളാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. മിറാൻഡ, ഏരിയൽ, അംബ്രിയൽ, ടൈറ്റേനിയ, ഒബറോൺ ഇവയാണ് യുറേനസിൻ്റെ മേജർ മൂൺസ്. യുറേനസ് സൂര്യന് ചുറ്റും ഉരുളുന്നത് പോലെ ഈ 5 ഉപഗ്രഹങ്ങളും യുറേനസിന് ചുറ്റും ഉരുളുകയാണ് ചെയ്യുന്നത്. യുറേനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റേനിയ. സൗരയൂഥത്തിലെ 8ാമത്തെ വലിയ ഉപഗ്രഹമാണിത്. ഏകദേശം 1600 കിലോമീറ്റേഴ്സ് വ്യാസമാണ് ഇതിനുള്ളത്. ഐസും പാറകളും കൊണ്ടാണ്
ഈ ലോകം നിർമ്മിതമായിട്ടുള്ളത്. യുറേനസിനെ സന്ദർശിച്ച ഒരേ ഒരു ബഹിരാകാശ പേടകമാണ് വോയേജർ 2. 1977 ഓഗസ്റ്റ് 20 ഇത് വിക്ഷേപണം നടത്തുന്നത്. വോയേജർ 2 യുറേനസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും വളരെയേറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു ഗ്രഹം തന്നെയാണിത്.